ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ വന്നേക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു മൂവി റിവ്യൂ ചെയ്യാൻ പോവാണ്. ആസ് യൂഷ്വൽ നിങ്ങൾ എൻ്റെ തംബ്നെയിൽ കണ്ടുപോലെ യെസ് ഗൈസ്, ഞാൻ ഇന്ന് കറുപ്പ് മൂവിയുടെ റിവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ റിവ്യൂ ചെയ്യാൻ. ആൻഡ് ബിഫോർ ഗോയിങ് ടു ദ റിവ്യൂ, ഈ സിനിമയിലൊക്കെ എഴുതി കാണിക്കത്തില്ല ഡിസ്ക്ലെയിമർ, നോ ആനിമൽസ് വാസ് ഹേർട്ടഡ്, അതേപോലെ ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ കാര്യം, നിങ്ങളുടെ ഹൃദയം തുളച്ച് നിങ്ങളെ ഹേർട്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ ഇത് ചെയ്യുന്നത്. എൻ്റെ ഒപ്പീനിയൻ, നിങ്ങളുടെ ഒപ്പീനിയൻ, അതേപോലെ എൻ്റെ ജഡ്ജ്മെൻറ്റ്, നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നത്, എനിക്ക് എന്താണോ തോന്നിയത് അത് ഞാൻ അങ്ങ് പറയും. അത് ഈ പലരുടെ ഒപ്പീനിയനൊക്കെ കൂടി ഇങ്ങനെ കൂട്ടി നിങ്ങൾക്ക് ആ റിവ്യൂ അങ്ങ് തരുമല്ല. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. എന്താണ്, ആരും എന്നെ ജഡ്ജ് ചെയ്യാൻ വരണ്ട. ഇനി നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ മുട്ടി നിൽക്കുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് തരും. നിങ്ങൾ ജഡ്ജ് ചെയ്യും, കം ഓൺ, വി ക്യാൻ ഫൈറ്റ് ഗേസ്. ആൻഡ് ഇടി വെട്ടുന്നുണ്ട്, മഴ ഇപ്പം പെയ്യും. സോ നമുക്ക് വേഗം മഴ പെയ്യുന്നതിന് മുന്നേ ഈ റിവ്യൂ എടുത്ത് തീരണം. കാരണം എനിക്ക് ഈ റിവ്യൂ എടുക്കാൻ ത്വരയായിരിക്കും. ഇന്നലെ രാത്രി കണ്ടിറങ്ങി, പക്ഷേ ഇന്നലെ രാത്രി ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് എടുക്കാമെന്ന് വെച്ചു. ഓ, നമുക്ക് റിവ്യൂലോട്ട് കടക്കാം ഗൈസ്. സൂര്യ ഈസ് ബാക്ക് ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു കിടിലം പാട്ട്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു തമിഴ് മൂവി ഇത്രയും എൻജോയ് ചെയ്ത് കാണുന്നു. ഒരു സിനിമ എങ്ങനെ എൻജോയ് ചെയ്ത് കാണാമെന്നുള്ള ഒരു ഇത് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു കറുപ്പ് മൂവിയിലൂടെ. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് വാസ് പക്ക ഗൈസ്. ആൻഡ് ഒരു രക്ഷയില്ലായിരുന്നു പടം. നമ്മുടെ സൂര്യ തിരിച്ചു വന്ന ഒരു ഫീലായിരുന്നു. കാരണം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞ ഒരു വിജയ് ഫാനാണ്, പക്ഷേ നൗ ഐ എം സൂര്യ ഫാൻ ടു ഗൈസ്. ആൻഡ് RJ ബാലാജി പൊള്ളിച്ചടിക്കിട്ടുണ്ട് ഗൈസ്, പൊള്ളിച്ചടിക്കിട്ടുണ്ട്. ആൻഡ് ഈ മൂവി എന്ന് പറഞ്ഞാൽ കുറേ ഇമോഷൻസ്, കുറേ ഫണ്ണുണ്ട് ഇതിനകത്ത്, കുറേ മാസുണ്ട്, പിന്നെ കുറേ ദൈവികമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കൂടെ ഉള്ള ഒരു മിക്സ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ഗൈസ് ഇത്. ആൻഡ് ആ സൂര്യൻ ആ മൂവിയിൽ പ്ലേസ് ചെയ്തേക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അടിപൊളിയാണ് ഗൈസ്. സൂര്യയുടെ ആ ഒരു ഓറയും ആ ഒരു സ്ക്രീൻ പ്രസൻസും ആ ഒരു മൂവിയിൽ വന്നപ്പം മൂവി അങ്ങ് എയറിലായി. എന്തോ അടിപൊളി പടം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ്. ഞാൻ ഈ പറയുന്ന ഫീൽ വെച്ചൊന്നും എടുക്കില്ല, എനിക്ക് പറയാൻ എന്തൊക്കെയോ ഉണ്ട് കുറേ, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. RJ ബാലാജിയുടെ ഒക്കെ ഒരു അഭിനയം ഉണ്ടല്ലോ ഗൈസ്, ആ എഫേർട്ടൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. എൻ്റെ എഡിറ്റിംഗ് ആയാലും എൻ്റർടൈൻമെൻറ്റ്, ഫൺ, മാസ് പടമെന്ന് തന്നെ പറയാം. RJ ബാലാജിയൊക്കെ രക്ഷയില്ല. എങ്ങനെ ഇത്ര അടിപൊളിയായിട്ട് നാച്ചുറലായിട്ട് അഭിനയിക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. സീനായിരുന്നു കേട്ടോ. RJ ബാലാജി, സൂര്യ ആയാലും നമ്മുടെ ഇന്ദ്രൻ സാറായാലും ഓരോരുത്തരായാലും അടിപൊളിയായിരുന്നു അവരുടെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ. ഹാറ്റ്സ് ഓഫ് ടു ദാറ്റ്. ഭയങ്കര നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അവരെല്ലാവരും കറുപ്പെന്ന് പറഞ്ഞ മൂവിയിൽ കാഴ്ചവെച്ചത്. ആൻഡ് ഈ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഈ ഒരു സൂര്യയുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, സത്യം പറയാലോ ഗൈസ്, തമിഴ്നാട്ടിൽ സൂര്യ, അതായത് ഈ പുള്ളിയെ കൊണ്ട് ഈ പുള്ളിയാണ് എന്തോ. നിങ്ങളിത് കാണണം ഗൈസ്, നിങ്ങളിത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഓഡിയൻസ് എക്സ്പീരിയൻസ് നിങ്ങൾ അതിൻ്റെ അപ്പുറം എൻജോയ് ചെയ്യണം. അടിപൊളി തീപ്പൊരി മൂവി എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഗൈസ്, ഇതൊരു ദൈവികമായിട്ടുള്ള സംഭവമൊക്കെ. നമ്മുടെ ഈ നാട്ടിൽ കുറേ ഈ തെയ്യം അങ്ങനത്തെ കുറേ സംഭവങ്ങളില്ല, അതേപോലെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. പെർഫോമൻസ് ആയിക്കോട്ടെ, ഇമോഷൻസ് ആയിക്കോട്ടെ, ഫണ്ണായിക്കോട്ടെ, മാസ് ആയിക്കോട്ടെ, എല്ലാം പൊള്ളിച്ചടുക്കിയിട്ടുണ്ട് ഈ മൂവി. എനിക്കൊന്നും പറയാം, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഈ മൂവി. കാരണം നമ്മുടെ അതിൽ 4 മലയാളം ആക്ടേഴ്സും ഉണ്ടായി. നമ്മുടെ ഇന്ദ്രൻ സാറിൻ്റെയൊക്കെ അഭിനയം ഉണ്ടായിരുന്ന ഒരു രക്ഷയില്ലേ. നമുക്ക് ഈ ഗൂസ് ബംസ് ഒക്കെ വരും, അത്രയ്ക്ക് പൊള്ളിച്ചടിക്കിയിട്ടുണ്ട്. അവർ ഓരോ ക്യാരക്ടറും അഭിനയം എന്ന് വെച്ചാൽ പീക്ക് ലെവലിലാണ് ഗൈസ്. എന്തോ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ടൊക്കെ ഒരു സീനുണ്ട് സൂര്യയുടെ, എൻ്റെ പൊന്ന് ഗൈസ്, മരണമാസം എന്നൊക്കെ പറഞ്ഞാൽ മരണമാസമാണ്. അതൊക്കെയാണ് മൂവി, ഇതൊക്കെയാണ് മാസ് മൂവി. നിങ്ങളൊരു മാസ് മൂവി നോക്കി നടക്കുന്നതാണ് ഞാൻ ഉറപ്പായിട്ടും കറുപ്പ് റെക്കമെൻഡ് ചെയ്തിരിക്കും ഗൈസ്. എനിക്ക് പറയാനുള്ള അടിപൊളി ഒരു മാസ് കിടിലം പടം. അതിൻ്റെ അകത്തൊക്കെ ഈ സോങ്ങൊക്കെയാണ് പൊള്ളിച്ചടിക്കിയിട്ടുണ്ട്. സോങ്ങൊക്കെ ഒരു ഡിവൈൻ സംഭവമാണെന്ന് വേണേൽ പറയാം. എനിക്ക് പറയാനൊന്നും ഇല്ല. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാനൊരു നല്ലോണം തിയേറ്ററിൽ എൻജോയ് ചെയ്താണ് കണ്ടത്. ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ല, സെക്കൻഡ് ഹാഫ് അതിൻ്റെ അപ്പുറം ത്രിബിൾ ആയി ഒരു സീൻ പട്ടം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സൂര്യ ഫാൻസിൻ്റെ കൂടെ പോയി ഇരുന്ന് തന്നെ നിങ്ങൾ ഈ മൂവി കാണണം. കാരണം തിയേറ്റർ എക്സ്പീരിയൻസോടെ ഈ മൂവി കാണുമ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഇങ്ങനെ രോമാഞ്ചം വരും.
അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. എനിക്ക് പറയാനൊന്നുമില്ല. എനിക്ക് അടിപൊളി എന്ന് പറയാൻ നല്ലത്. എനിക്ക് ഇതിനെപ്പറ്റി എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇന്ദ്രൻ സാറിൻ്റെ ഒക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് ഭയങ്കര അഭിനയം, കരഞ്ഞു പോവും കണ്ടാൽ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള അഭിനയം. ഓരോ ആക്ടേഴ്സും നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലുള്ള ഒരു 3-4 ആക്ടേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാവരുടെ അഭിനയം അങ്ങ് പീക്ക് ലെവലിലായിരുന്നു ഗൈസ്. ഒരു രക്ഷയില്ല. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് നമ്മുടെ സൂര്യയുടെ ഒരു അടിപൊളി പടം കണ്ടിട്ട് എന്തൊക്കെയോ ഒരു കിട്ടിലെ മാസ് പടം തന്നെയാണ് ഗൈസ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കറുപ്പും അടിപൊളി പടം എന്ന് വെച്ചാൽ അടിപൊളി പടം. കുറേ പേര് നെഗറ്റീവ് പറഞ്ഞിട്ടൊക്കെ ഒന്നുമില്ല, പടം വലിയ സുഖമൊന്നുമില്ല. പക്ഷേ ഞാൻ റിയലി എൻജോയ് ചെയ്ത ഒരു തമിഴ് പടം ഇതാണ് ഗൈസ്. മാസം എന്നൊക്കെ വെച്ചാൽ ആ സീൻ എനിക്കിപ്പോഴും മനസ്സിൽ കൂടെ. ആ സൂര്യയുടെ ഒരു 3-4 സീൻ ഉണ്ട്. ഒറ്റ പൊന്നു ഗൈസ്, നമ്മളിങ്ങനെ അന്തം വിട്ട് ഇരുന്ന് പോകും. കാരണം അത്രയ്ക്ക് അടിപൊളിയാണ് മൂവി. ഞാൻ എന്തൊക്കെ ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷേ അതിൻ്റെ അടിപൊളി മാസ് കിടിലം പടം തന്നെ ഗൈസ്. കിടിലം പടം എന്ന് വെച്ചാൽ കിടിലം പടം. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ഇപ്പോൾ തന്നെ പോയി കാണുകയെന്ന് ഞാൻ പറയും. എനിക്കിഷ്ടപ്പെട്ട്, ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യുക. സോ ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നതിൽ നിങ്ങൾ തന്നെ പോയി കണ്ടിട്ടാ.